പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗാഡ്. കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിൻ നാളിനായി, നിൻ വരവിൻ ഭാഗ്യമോർത്താൽ ആനന്ദം എന്താനന്ദം. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണവാളനേ, എന്നുമേഘേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാം. പ്രൈസ് ഗാഡ്. എനിക്ക് ശുശ്രൂഷിപ്പാൻ അവസരം എന്ന കർത്തദാസനോടും സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ. അല്പസമയം തിരുവചന ധ്യാനത്തിനായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. Praise God. From the book of Gospel according to Luke, chapter 20, verses 17 and 18. പ്രൈസ് ഗാഡ്. വായിച്ച് കേൾക്കുമ്പോൾ ഒരു സുഖമില്ലാത്ത രീതിയിൽ തോന്നി ഇത് വായിച്ച് കേട്ട് കഴിഞ്ഞാൽ. പക്ഷെ അതിനകത്ത് നല്ലൊരു സുഖമുണ്ട്. അതിനകത്ത് നല്ല അതുപോലെ തന്നെ അന്തമാതിരി ഇരിക്കുന്നത് നല്ലൊരു സുഖം അതിനകത്തുണ്ട്. പ്രൈസ് ഗാഡ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തിപരമായി എന്നെ പഠിപ്പിക്കുകയും എന്നെ തിരുത്തുകയും എന്നെ പരിശീലിപ്പിക്കുകയും ചെയ്ത 1-2 കാര്യങ്ങൾ ഈ വാക്യങ്ങളിലുണ്ട്. ഞാനത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അവൻ ആലയത്തിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹൂദ മതനേതാക്കന്മാർ, പുരോഹിതന്മാരും പരീശന്മാരും കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിനക്ക് ആരാണ് അധികാരം തന്നത്? ഹൂ ഗേവ് യു ദി ഓതൻറ്റിക്കേഷൻ ഓർ ഹൂ ഹാസ് ഗിവൺ യു ദി ഓർഡിനേഷൻ ടു ക്യാരി ഔട്ട് ദിസ് മിനിസ്ട്രി? ആൻഡ് ജീസസ് ഹാൻഡിൽ ദാറ്റ് ക്വസ്റ്റ്യൻ വൈസ്ലി. വളരെ കർത്താവ് ജ്ഞാനത്തോടെ ആ ചോദ്യത്തെ കർത്താവ് കൈകാര്യം ചെയ്തു. അതിൽ നിന്ന് പ്രകടമാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനറിയാം, ഇനി അതിൻ്റെ സോഴ്സ് മുഴുവൻ വെളിപ്പെടുത്തിയാലും ദേ ആർ നോട്ട് ഗോയിങ് ടു ആക്സെപ്റ്റ് ജീസസ്. അവർ കർത്താവിനെ ഹൃദയം കൊണ്ട് തള്ളിയതാണ്. പിന്നീട് കർത്താവ് ജീസസ് ബിഗാൻ ടു സ്പീക്ക് ടു ദം ത്രൂ എ പാരബിൾ. ഒരു ഉപമയിലൂടെ കർത്താവ് സംസാരിക്കുകയാണ്. ദർ വാസ് എ സർട്ടൻ മാൻ ഹു പ്ലാന്റഡ് എ വിനയാർഡ്. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ദെൻ ഹി ഹാൻഡഡ് ഓവർ ടു ദി ലീസ് ടെനൻസ് ടു ലുക്ക് ആഫ്റ്റർ. അത് നോക്കാനായിട്ട് ഈ കുടിയാന്മാരെ ഏൽപ്പിച്ചു. സോ വെൻ ഇറ്റ് വാസ് എ ടൈം ഫോർ ഇറ്റ്സ് വിൻറ്റേജ് ഹി സെൻറ്റ് വൺ ഓഫ് ഹിസ് സെർവൻറ്റ്സ്. അതിൻ്റെ ഫലം കൊയ്തെടുക്കുന്ന, ഫലം പറിക്കുന്ന സമയമായപ്പോൾ തൻ്റെ വേലക്കാരിൽ ഒരാളെ അങ്ങോട്ട് അയച്ചു. അവരെ ഇവനെ കണ്ട മാത്രയിൽ തന്നെ ആട്ടിപ്പായിച്ചു കളഞ്ഞു. Then the owner had sent another person, another servant. അവനെയും ഇതുപോലെ തന്നെ ഉപദ്രവിച്ച് പുറത്താക്കി കളഞ്ഞു. മൂന്നാമത് പോയ ആളാരായിരുന്നു? പ്രൈസ് ഗാഡ്. ഒന്നാമതയച്ചു, രണ്ടാമതയച്ചു, മൂന്നാമതയച്ചു. അവസാനം ഈ ഉടമസ്ഥൻ ഇങ്ങനെ പറയുകയാണ്, ഇനി ഞാൻ എന്ത് ചെയ്യും? I will send my only son, who is the inheritant of the entire vineyard. Probably they will honor him. Praise God. ഒന്നാമത്തവനും രണ്ടാമത്തേനും മൂന്നാമത്തേനും ഒക്കെ അവർ തള്ളി പുറത്താക്കിയപ്പോൾ അവസാനം ഉടമസ്ഥൻ തൻ്റെ ഏക മകനെ അങ്ങോട്ട് അയക്കുകയാണ്. With a great expectation that they will honor him. Praise God. എന്നാൽ അവനെ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോഴേ വേലക്കാർ വരുന്ന രീതി അല്ലല്ലോ ഉടമസ്ഥൻ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അവനെ കണ്ട മാത്രയിൽ തന്നെ പറഞ്ഞു, ബിഹോൾഡ് ദി ഓണർ ഈസ് കമ്മിങ്. അവകാശി വരികയാണ്. ദി ഇൻഹെറിറ്റർ ഈസ് കമ്മിങ്. ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന മറ്റൊരു സംഭവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല, അതിലേക്ക് വരാം.
they began to make conspiracy against him. They said, let us kill this owner, let us kill this man, so that the entire vineyard will be on our possession. ഇത് നമ്മുടെ കയ്യിലേക്ക് വരുമെന്ന് പറഞ്ഞ് അവനെ കൊന്നുകളയുകയാണ്. ഇതേ സംഭവങ്ങൾ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന യഹൂദ മത നേതാക്കന്മാർ ഇതെല്ലാം സൂക്ഷ്മതയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് അവരോട് ചോദിച്ചു, വാട്ട് ഡു യു തിങ്ക് ദി ഓണർ ഓഫ് ദിസ് വിനിയാർഡ് വിൽ ഡു ടു ദോസ് ലീസ് ടെനൻസ്? എന്തായിരിക്കും ഈ തോട്ടത്തിന് ഉടമസ്ഥൻ ചെയ്യാൻ പോകുന്നത്? അവൻ ഈ കുടിയാന്മാരെ മുഴുവനും നശിപ്പിച്ചിട്ട് ഹി വിൽ ഡിസ്ട്രോയ് ദിസ് ഹോൾ ലീസ് ടെനൻസ് ആൻഡ് ഹി വിൽ ഹാൻഡ് ഇറ്റ് ഓവർ ടു സംവൺ ഹു വിൽ എക്സിക്യൂട്ട് ഫെയ്ത്ത്ഫുള്ളി ദ ഡ്യൂട്ടീസ് ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ദിസ് വിനയാർഡ്. വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്ന വേറൊരു കൂട്ടരുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഇത് കേട്ട മാത്രയിൽ പുരോഹിതന്മാർക്കും മതനേതാക്കൾക്കും മനസ്സിലായി ഇതെന്തോ അർത്ഥം വെച്ച് കർത്താവ് പറഞ്ഞതാണ്. കാരണം കർത്താവിൻ്റെ പാരബിൾസ് പഠിച്ചു കഴിഞ്ഞാൽ 2 ആസ്പെക്ട്സ് ആണ് പാരബിൾസ്. ഒന്ന് റിലേറ്റീവ്, മറ്റൊന്ന് ഒബ്ജക്റ്റീവ്. റിലേറ്റീവായിട്ടുള്ളത് റിലേറ്റ് ചെയ്ത് പറയുകയാണ്. ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, റിലേറ്റ് ചെയ്ത് പറയാം. ഒരു സ്ത്രീക്ക് 10 ദിരഹം ഉണ്ടെന്നിരിക്കട്ടെ. പക്ഷെ ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യം, ഒരു മനുഷ്യൻ 2 മക്കൾ ഉണ്ടായിരുന്നു, നടന്നതും നടക്കാറുള്ളതുമായ കാര്യങ്ങൾ. റിലേറ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ്. അപ്പം ഇവർക്ക് മനസ്സിലായി എന്തോ ഇതിനകത്ത് ഇദ്ദേഹം കരുതിയിട്ടുണ്ട്, ഒരു സന്ദേശം ഞങ്ങളോടുണ്ടെന്ന് മനസ്സിലായി. ഒരു ഇൻഡയറക്റ്റ് സ്പീച്ച് അത് മനസ്സിലായി. അപ്പോൾ ഇവർ പറഞ്ഞു, നോ വേ ഇറ്റ് വിൽ ഹാപ്പൻ, അത് ഒരിക്കലും നടക്കില്ല. അവർക്ക് യെസ് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അതൊരിക്കലും നടക്കില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഈസ് റിട്ടൺ, ദ സ്റ്റോൺ which the builders rejected has become the chief cornerstone. 18ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ അല്പസമയം കടന്നു വരട്ടെ. 18ാമത്തെ വാക്യം പറയുകയാണ്, anyone who falls upon this stone shall be broken. ഈ തിരസ്കരിക്കപ്പെട്ട പിന്നീട് മൂലക്കല്ലായി തീർന്ന ഈ കല്ലിലേക്ക് വന്നു വീഴുന്ന ഒരുവൻ, he will be broken, അവൻ ഉടയപ്പെടും. But upon whomever this stone falls, it shall grind him into powder. എന്നാൽ ഈ കല്ല്, ഈ മൂലക്കല്ല് ഏതൊരുവൻ്റെങ്കിലും മേൽ വന്നു വീണാൽ അത് അവനെ ധൂളിപ്പിക്കും. നമുക്കിത് വായിച്ച് കേൾക്കുമ്പോൾ രണ്ടും നുറുങ്ങപ്പെടലാണ് പറയുന്നത്, തകർക്കപ്പെടുമെന്നാണ് പറയുന്നത്. പക്ഷെ രണ്ടും ഒരേ അർത്ഥമല്ല, രണ്ടും വ്യത്യസ്തമായ അനുഭവമാണ്. There is a huge difference between falling upon this stone and stone falling upon someone. കല്ലുമേൽ വന്ന് വീഴുന്നതും കല്ല് ഒരുവൻ്റെ മേൽ വന്ന് വീഴുന്നതും 2 അനുഭവമാണ്. ഒന്നാമത്തേത് ഈ കല്ലുമേൽ വന്ന് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ കൺസ്ട്രക്റ്റീവ് എക്സ്പീരിയൻസ് ആസ് പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. But the second one, this cornerstone which will fall upon someone, is all about destructive experience of those who willfully reject him. കർത്താവിനെ സ്വീകരിക്കുന്ന ഒരുവനുണ്ടാകുന്ന അനുഭവമാണ് ഒന്നാമത്തേത്. കർത്താവിനെ നിരാകരിക്കുന്ന ഒരുവൻ്റെ അനുഭവമാണ് രണ്ടാമത്തേത്. ഒന്നാമത്തേത് പണിയപ്പെടലാണെങ്കിൽ രണ്ടാമത്തേത് നശിപ്പിക്കപ്പെടലാണ്. രണ്ടിലും പൊട്ടലുണ്ട്, പക്ഷേ 2 പൊട്ടലും രണ്ടും 2ആണ്. ഒന്നാമത്തേത് പണിയപ്പെടലിൻ്റെ ഭാഗമായി പൊട്ടുന്നു, രണ്ടാമത്തേത് നശീകരണത്തിൻ്റെ ഭാഗമായി പൊട്ടുന്നു. കൃപയാൽ ഒന്നാമത്തെ ഗണത്തിൽപ്പെടാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. പ്രൈസ് ഗോഡ്. Now what is it all about falling upon this stone and being broken? ഈ ഒന്നാമത്തേത്, അതായത് കല്ലിന്മേൽ വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഉടയപ്പെടൽ എന്താണ്? അതിൻ്റെ സന്ദേശം എന്താണ്? പ്രൈസ് ഗോഡ്. അതിനകത്ത് എന്താണ് കർത്താവ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? അക്കോർഡിംഗ് ടു അവർ ഫോമർ ഡേയ്സ്, നമ്മുടെ മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ someone before someone who did not accept Jesus, or someone who
who had in a very a terrible life before coming to Jesus. കർത്താവിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തൻ്റെ മുൻകാല അനുഭവങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ anyone who comes to Jesus, they all had their own dreams and aspirations in their former days. കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, കർത്താവിനെ അറിയാത്ത കാലഘട്ടങ്ങളിൽ നമുക്കെല്ലാം നമ്മുടേതായ സ്വപ്നങ്ങളുണ്ടായിരുന്നു. Some of us were part of traditional churches before. Some of us were Gentiles before. Some of us were pertained to some other religions before. We all had our own desires. നമുക്കെല്ലാം നമ്മുടേതായ സ്വപ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിന്തകളുണ്ടായിരുന്നു. നമ്മളെ ഭാവിയെക്കുറിച്ച് നമ്മളന്നായിരുന്ന സ്ഥാനം എന്തോ അതനുസരിച്ചായിരുന്നു നമ്മുടെ ഭാവിയെ കണ്ടത്, നാളുകളെ കണ്ടത്. But while coming to Jesus, upon coming to Jesus, many of our dreams got cancelled. നമ്മുടെ പല സ്വപ്നങ്ങളും ക്യാൻസൽ ചെയ്യപ്പെട്ടു. പല ആഗ്രഹങ്ങൾക്കും മാറ്റം വരുത്തേണ്ടി വന്നു. കാരണം അന്ന് കർത്താവിനെ അറിയാത്തപ്പോഴുണ്ടായിരുന്നു നമ്മുടെ പല കാഴ്ചപ്പാടുണ്ടായിരുന്നു. കർത്താവിലേക്ക് വന്നപ്പോൾ പല കാഴ്ചപ്പാടുകൾക്കും മാറ്റം വരുത്തേണ്ടി വന്നു. ചില ആഗ്രഹങ്ങളെ റീട്യൂൺ ചെയ്യേണ്ടി വന്നു. ചില ഹൃദയത്തിലെ തീരുമാനങ്ങളെ റീഫൈൻ ചെയ്യേണ്ടി വന്നു. ചില നമ്മുടെ കാഴ്ചപ്പാടുകളെ റീഷേപ്പ് ചെയ്യേണ്ടി വന്നു. നോട്ട് നെസസറിലി all our former dreams were accomplished upon coming to Jesus. കർത്താവിലേക്ക് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു എന്ന് പറയാൻ പറ്റില്ല. And there is another gospel that is being preached even in many places. അത് നമ്മുടെ കഴിഞ്ഞകാല ആഗ്രഹങ്ങളെല്ലാം നടത്തിത്തരാമെന്ന് പറഞ്ഞ് നിൻ്റെ ആഗ്രഹമൊക്കെ ഒരു കർത്താവിലേക്ക് വന്നാൽ അതെല്ലാം നടത്തിത്തരുമെന്ന് പറയുന്ന മറ്റൊരു സുവിശേഷമുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് ദിസ് ഗോസ്പൽ. പ്രൈസ് ഗോഡ്. കാരണം അന്ന് നമ്മൾ ചിന്തിച്ചത് നമ്മളായിരുന്ന തലത്തിനനുസരിച്ചായിരുന്നു. അന്ന് നമ്മൾ പ്രാർത്ഥിച്ചത് ആയിരുന്ന തലത്തിനനുസരിച്ചായിരുന്നു. അന്ന് നമ്മൾ പ്രവർത്തിച്ചതും കണ്ടത് മുഴുവനും അതിനനുസരിച്ചായിരുന്നു. കർത്താവിലേക്ക് വന്നപ്പോൾ നമ്മുടെ യാത്രയുടെ റൂട്ടിങ് മാറി, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനായി. ഹലോ, പ്രൈസ് ഗോഡ്. അന്ന് നമ്മൾ വേറൊരു ദിശയിലേക്ക് സഞ്ചരിച്ചു. പക്ഷെ ഇപ്പോൾ ദിശ മാറി, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന് നിരക്കാത്ത ഒരു തീരുമാനങ്ങൾക്കും നമ്മുടെ കൂടെ ദൈവരാജ്യത്തിനകത്തേക്ക് എൻട്രി ലഭിച്ചില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് പല മേഖലകളും നമ്മൾ ഉടയപ്പെട്ടു. നമ്മുടെ സ്വപ്നങ്ങൾ പലതും നുറുങ്ങപ്പെട്ടു. നമ്മുടെ പല ആഗ്രഹങ്ങളും ഉടയപ്പെട്ടു. പ്രൈസ് ഗോഡ്. അതിൻ്റെ കാരണം കർത്താവിലേക്ക് ചേർന്ന് പണിയപ്പെടുവാനായിട്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ആൻഡ് താങ്ക് ഗോഡ് ഫോർ ദ ബ്രോക്കൺനെസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ വ്യത്യസ്തമായ ഉടയപ്പെടലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ബട്ട് ദ സെക്കൻഡ് ഫേസ് ഓഫ് ബ്രോക്കൺനെസ്, എന്നാൽ ഇവിടെ ഉടയപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഭാഗം എന്നുള്ളത്, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സംവൺ ഹു റിജക്ട്സ് ദ മസായ. മശിഹായെ തിരസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവമാണ്. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ഭാഗമുണ്ട്. കർത്താവ് പറഞ്ഞത്, upon whomever this stone falls, it shall grind him into powder. തവിട് പൊടിയാക്കി കളയുമെന്നാണ്. അത് നമ്മെ എത്തിക്കുന്നത് all the way to the book of Daniel chapter 2. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ the king Nebuchadnezzar, now he dreamed a dream. താനിങ്ങനെ തൻ്റെ നാളെക്കുറിച്ചുള്ള തൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള നാളെക്കുറിച്ചുള്ള ചിന്തകളെക്കുറിച്ച് ഇങ്ങനെ വിഷണ്ണനായിരിക്കുമ്പോൾ there comes a huge statue right in front of him that looks glorious from the top, but the bottom it looks terrible. തൻ്റെ മുന്നിൽ വലിയൊരു സ്റ്റാച്യു, പ്രതിമ കാണുകയാണ്. ഈ സ്വപ്നം കണ്ട ശേഷം താൻ വല്ലാതെ ഭയപരവശനായി. കണ്ടതുകൊണ്ടല്ല, പക്ഷെ പിന്നീട് അതിനുണ്ടായ അനുഭവമായിരുന്നു. താൻ സ്വപ്നം മറന്നുപോവുകയും ചെയ്തു. അങ്ങനെ ദേശത്തിലുള്ള സകല പ്രശ്നക്കാരെയും ലക്ഷണം പറയുന്നവരെയും പ്രവാചകന്മാരെയും മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, അത് മറന്നുപോയി, അതെന്നോട് പറയണം. And all those wizards and the magicians and the
ഹൊറോസ്കോപ്പ് ടെല്ലേഴ്സ്. അവരെല്ലാം പറഞ്ഞു, രാജാവേ, അങ്ങ് ഈ സ്വപ്നത്തിൻ്റെ ഒരു ക്ലൂ തന്നാലല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ, അർത്ഥം ഇപ്പം തന്നെ പറയാം. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ സ്വപ്നം തന്നെ നിങ്ങൾ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ സകലണത്തിന് ഞാൻ ശരിയാക്കി തരും. So the message was somehow conveyed to Daniel and his colleagues that there is an order of execution upon all those fortune tellers. അപ്പോൾ ദാനിയേൽ പറഞ്ഞു, അവരെ ഒന്നും കൊല്ലണ്ട, അതാ നല്ല, നമ്മളായിരുന്നു പറഞ്ഞത്, അവരൊക്കെ ശരിയാക്കണം സാർ, ഇവന്മാർ കുറേ കാലമായി എന്ന് പറഞ്ഞത് അല്ലേ? ഹലോ, കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തതിനൊക്കെ ദൈവം തട്ടിക്കളയണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് ദാനിയേലിൻ്റെ ആ ആറ്റിറ്റ്യൂഡ്, ആ മൈൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞു, ലെറ്റ് ദാറ്റ് ഓർഡർ നോട്ട് ബി എൻഫോഴ്സ്ഡ്. ആ കൽപ്പന നടപ്പിലാക്കണ്ട സാറേ, അവരാരെയും കൊല്ലണ്ട, ഞങ്ങൾക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. സോ ഡാനിയൽ conveyed the message to his friends and they began to pray and the dream and its meaning was revealed to Daniel. ദാനിയേൽ കൂട്ടുകാരും പ്രാർത്ഥിക്കുമ്പോൾ ദാനിയേലിന് ദൈവം ദർശനത്തിൽ ഈ സ്വപ്നം കാണിച്ചു കൊടുത്തു. രാജാവ് കണ്ട ബ്ലൂ പ്രിൻ്റ് തന്നെ കാണിച്ചു കൊടുത്തു, അതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തി കൊടുത്തു. ഇത് പറഞ്ഞു, രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുവാനായി സമയം ചോദിച്ചു. സോ ആസ് ഡാനിയൽ വാസ് സ്റ്റാൻഡിങ് ബിഫോർ ദ കിങ്, he began to say like this. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അല്ലയോ രാജാവേ, അങ്ങിങ്ങനെ തൻ്റെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ മുമ്പിൽ വലിയൊരു പ്രതിമ, എ സ്റ്റാച്യു കംസ് ബിഫോർ യു. അതിൻ്റെ ശിരസ്, ദ ഹെഡ് ഈസ് മെയ്ഡ് ഓഫ് ഫൈൻ സിൽവർ, ഫൈൻ ഗോൾഡ്, നല്ല തങ്കം കൊണ്ട് പണിയപ്പെട്ടതാണ് ശിരസ്. പ്രൈസ് ഗോഡ്. ഷോൾഡറും ആംസ് എല്ലാം were made of fine silver and the abdomen is made of bronze and the thigh and legs were made of iron and the feet half iron and half clay. ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ there comes a stone that is not hewed by the human hands, come from above. അങ്ങിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉയരത്തിൽ നിന്നും കൈ തൊടാതെ ഒരു കല്ല് വന്നിട്ട് ഈ സ്റ്റാച്യുവിനെ, പ്രതിമയെ അടിച്ച് തകർത്ത് അഡ്രസ്സ് പോലും ഡിസ്ട്രോയ് ദി എൻറ്റയർ സ്റ്റാച്യു ദാറ്റ് ഇറ്റ് cannot be traced thereafter. അതിൻ്റെ ഒരു അഡ്രസ്സ് പോലും ഇല്ലാതെ അടിച്ച് തകർത്ത് കളഞ്ഞു. Then what happens thereafter? The stone that came from above, which is not hewed or carved by the human hands, that filled the whole earth. Like a huge mountain, fill the whole earth. എന്നിട്ട് അർത്ഥവും പറഞ്ഞു കൊടുത്തു. രാജാവേ, അങ്ങ് കണ്ട ഈ സ്റ്റാച്യു ഉണ്ടല്ലോ, പ്രതിമ, വിച്ച് ഈസ് മെയ്ഡ് ഓഫ് വേരിയസ് കമ്പോണൻസ് ഓഫ് എലമെൻറ്റ്സ്, അല്ലേ? വേരിയസ് കമ്പോണൻസ്. അത് ഓരോരോ കാലഘട്ടത്തിലെ രാജ്യത്വത്തെക്കുറിച്ച് പറയുന്നതാണ്. അങ്ങയുടെ ഒരു കാലഘട്ടമുണ്ട്, അത് കഴിഞ്ഞ് അടുത്തത് വരും, ഇതിങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ അവസാനം ലോകത്തിൻ്റെ കാലഘട്ടമുണ്ടല്ലോ, തമ്മിൽ ചേരാത്ത ഇരുമ്പും കളിമണ്ണും മാത്രം ചേർന്നിരിക്കുന്ന, പരസ്പരം ചേരാത്ത ഒരു കാലഘട്ടത്തിലേക്ക് എത്തും. അന്ന് ദൈവം ഇവിടെ പറയുകയാണ്, അങ്ങ് കണ്ട കല്ലുണ്ടല്ലോ, മുകളിൽ നിന്ന് വന്ന കല്ല്, ദൈവം ലോകത്തിലെ മനുഷ്യൻ്റെ സകല വ്യവസ്ഥയും നീക്കിക്കളഞ്ഞിട്ട് he will establish his kingdom upon this planet, where he will reign, or Jesus will reign as a King of kings and as the Lord of lords. Praise God. ഇനി ഇവിടെ ഒന്ന് കർത്താവിനെ അനുസരിക്കുന്ന, കർത്താവിനെ അംഗീകരിക്കുന്ന ഒരുത്തിൻ്റെ അനുഭവമാണ് ഒന്നാമത്തേതെങ്കിൽ, തിരസ്കരിക്കുന്ന ഒരുവൻ്റെ അനുഭവമാണ് രണ്ടാമത്തേത്. ഈ കല്ലൊരുത്തിൻ്റെ മേൽ വന്നു വീണാൽ അതവൻ്റെ കഷ്ടകാലം. പക്ഷെ കല്ലിലേക്ക് വന്ന് വീഴാൻ സാധിച്ചാൽ അതവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പദവി. വീണപ്പോൾ പൊട്ടിയത് ശരിയാണ്. പത്രോസ്ലീഹായെ കുറിച്ച് പറയുന്നുണ്ട്, സാക്ഷാൽ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലായി രൂപാന്തരപ്പെടുന്നു. കാരണം എന്താണ്? ഈ ജീവനുള്ള കല്ലിലേക്ക് വന്ന് വീണത് ജീവനുള്ള കല്ലിലേക്കാണ്. ആ വീഴ്ചയിൽ പൊട്ടി, പക്ഷെ ആ പൊട്ടലിൽ ജീവൻ വെളിപ്പെട്ടു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൃപയാലാണ്, അവൻ്റെ കൃപയാലാണ്. പ്രൈസ് ഗോഡ്.
17-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വീണ്ടും കൊണ്ടുവരട്ടെ. പ്രൈസ് ഗോഡ്. അവിടെ പറയുന്നത്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഞാനിനി അതിൻ്റെ ബാക്കി ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇവിടെ കർത്താവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദ ബൈബിൾ പോർട്രേസ് ജീസസ് ആസ് ദ റിജക്റ്റഡ് സ്റ്റോൺ വിച്ച് ബിക്കെയിം ദ ചീഫ് കോർണർ സ്റ്റോൺ. കർത്താവിനെ പരിശുദ്ധാത്മാവ് ചിത്രീകരിക്കുന്നത് തിരസ്കരിക്കപ്പെട്ട ഒരു കല്ലാണ്. എന്നാൽ വേദപുസ്തകത്തിലുടനീളം ഇങ്ങനെ ഈ തിരസ്കരിക്കപ്പെട്ട കല്ലിനെ കുറിച്ച് പ്രവചനമുണ്ട്. പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്. വാട്ട് ഈസ് റിജക്ഷൻ? റിജക്ഷൻ ഈസ് പെയിൻഫുൾ അറ്റ് എനി ഏജ്, അറ്റ് എനി സ്റ്റേജ്. ഏത് പ്രായത്തിലും ഏത് കാലത്തിലും തിരസ്കരണം എന്നുള്ളത് വേദനിക്കുന്ന അനുഭവമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തന്മാരുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകത്തിലുടനീളം ദൈവം തിരഞ്ഞെടുത്ത ഭക്തന്മാരുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ, they were all rejected. അവരെല്ലാം തിരസ്കരണത്തിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. അതിലൊരു ക്യാരക്ടർ മാത്രം എടുത്ത് അല്പസമയം തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. 105-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യം, സാംസ് നമ്പർ 105 വേഴ്സ് 17. സാംസ് 105 വേഴ്സ് 17. അവർക്ക് മുമ്പ് ഇത് ഈ AC ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? താങ്ക് യു. ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. ശ്രദ്ധിക്കണമേ, പ്രൈസ് ഗോഡ്, വളരെ ശ്രദ്ധിക്കണമേ. ഇതങ്ങ് ഓഫ് ചെയ്തോ, കുഴപ്പമില്ല. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. നമ്മളിത് ഒത്തിരി വായിച്ചിട്ടുള്ള സങ്കീർത്തനമായിട്ട് 105-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം ഒരു ജാതിയായി രൂപപ്പെടുത്തുന്നത്, ഫോം ചെയ്യുന്നത് ഈജിപ്തിൽ വെച്ചാണ്. ഹലോ അല്ലേ? ഈജിപ്തിൽ വെച്ചാണ് ദൈവം അവരെ ഒരു ജാതിയാക്കി റിപ്ലനിഷ് ചെയ്യുന്നത്, വർദ്ധിപ്പിക്കുന്നത്. Then he brought them out of Egypt into the promised land which he had promised to Abraham, Isaac and Jacob. അത് മുഴുവനും സവിസ്തരം കാണുന്നൊരു അധ്യായമാണ് 105-ാം സങ്കീർത്തനം. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വീട്ടിൽ പോയി ശരിക്കൊന്ന് വായിക്കണം. 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 2 കാഴ്ചപ്പാടുകളാണ്. 2 perspective can be seen in verse 17. The first one, അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. God's perspective. അല്ലെങ്കിൽ God's doing. But the second one, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. ഒരു ക്ലോസ് ഇട്ടാ പറയുന്നത്. ആദ്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല ആരെ അയച്ചതെന്ന്. അടുത്ത് പറയാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറിച്ചിട്ട് പറയരുത്, മനസ്സിലാക്കാൻ വേണ്ടി പറയുക എന്ന് പറയും. ഹലോ, പ്രൈസ് ഗോഡ്. യോസഫിനെ, ജോസഫ് ഹു വാസ് സോൾഡ് ഫോർ എ സെർവൻറ്റ്, ദാസനായി വിറ്റ യോസഫിനെ ഓർമ്മയുണ്ടല്ലോ, വിറ്റത്. പ്രൈസ് ഗോഡ്. ഞാനത് മിക്കവാറും സന്ദേശങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ വിഷയം ആവർത്തിച്ച് പ്രസംഗിക്കാറുണ്ട്. അതിൻ്റെ കാരണം അതിൻ്റെ പിറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ഗോഡ്. ഒന്നാമത്തേത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, രണ്ടാമത്തേത് മനുഷ്യൻ ചെയ്തതാണ്. Man sold, but God sent. മനുഷ്യൻ വിറ്റു, പക്ഷെ വിറ്റതിനെ ദൈവം കണ്ടത് എന്തായിരുന്നു? അയച്ചതായിരുന്നു. 118-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം മാത്രം നമ്മളെടുത്ത് പല സ്ഥലത്ത് എഴുതി പിടിപ്പിക്കാറുണ്ട്. ദിസ് ഈസ് ദ ലോർഡ്സ് ഡൂയിങ്. പക്ഷേ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സാംസ് 118 വേഴ്സ് 22 and 23, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അടുത്ത വാക്യം, ദിസ് ഈസ് ദ ലോർഡ്സ് ഡൂയിങ്, വിച്ച് മീൻസ് ഗാഡ് ഹാസ് എ പർപ്പസ് ഓൺ അവർ റിജക്ഷൻ. നമ്മുടെ തിരസ്കരണത്തിൽ ദൈവത്തിനൊരു പങ്കുണ്ട്, ദൈവത്തിൻ്റെ റോളുണ്ട് അതിനകത്ത്.
What man sees as adversity, God sees as an opportunity. മനുഷ്യൻ പ്രതികൂലമെന്ന് കാണും, ദൈവം അതിനെ അവസരമായി കാണും പ്രവർത്തിക്കുവാനായിട്ട്. പ്രൈസ് ഗോഡ്. നമ്മൾ യോസഫിനെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമുക്കറിയാം യോസഫ് കടന്നുപോയ മേഖലകൾ, ബുദ്ധിമുട്ട്. നമുക്ക് യോസഫിനെ കുറിച്ച് പറയാനുള്ളത് മുഴുവനും ആ രണ്ടാമത്തെ ഭാഗമാണ്. നമ്മൾ യോസഫിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്, ഞാനൊരു കാലത്ത് പ്രസംഗിച്ചതും ഞാൻ പിന്നെ ആ പ്രസംഗ ശൈലി ആ രീതിക്ക് മാറ്റം വരുത്തേണ്ടി വന്നു. പ്രൈസ് ഗോഡ്. കാരണം നമ്മൾ കാണുന്നതും ദൈവം കാണുന്നതും രണ്ടും ഒരേ രീതിയിലാകണമെന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിന് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാറില്ല. പ്രൈസ് ഗോഡ്. നമ്മൾ യോസഫിനെ കുറിച്ച് കാണുന്ന മുഴുവനും തനിക്കുണ്ടായ ബുദ്ധിമുട്ട്, വെറുക്കപ്പെടൽ, തനിക്കെതിരെ കോൺസ്പിരസി ഉണ്ടാകുന്നു, തന്നെ പൊട്ടക്കുഴിയിലിടുന്നു, തന്നെ അടിമയായി വിറ്റ് കളയുന്നു, നല്ല വസ്ത്രം ഉരിഞ്ഞെടുത്ത് പിന്നെ അതിന് ആടിനെ കൊന്ന് അതിൻ്റെ രക്തം തെളിച്ച് അപ്പൻ്റെ അടുക്കൽ കൊണ്ടുപോയി എത്തിക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണാറുണ്ട്. നമ്മൾ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യോസഫിൻ്റെ ഒന്നാമത്തെയും അവസാനത്തെയും ഒഴിച്ച് ഇതിനായി ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈ പ്രൊഫൈലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു പഞ്ച് കെട്ടാനായിട്ട്. ഹലോ, നമ്മൾ ഈ പറയുമ്പോൾ ഒരു പഞ്ച് വേണം, നല്ലൊരു സുഖമുള്ള അതിനകത്ത്. പക്ഷെ കർത്താവിന് പറയാനുള്ളതൊക്കെ ശരിയാണ്, എല്ലാം ശരിയായിരിക്കുന്നത്. പക്ഷെ ഒറ്റ വാക്ക്, ഐ വാസ് സെൻഡിങ് ഹിം, ഞാൻ അവനെ അയക്കുകയായിരുന്നു. ആ അയക്കപ്പെടൽ, സഹോദരങ്ങൾ തന്നെ വെറുത്തപ്പോൾ അത് ദൈവം യോസഫിനെ അയക്കപ്പെടലിൻ്റെ ഒന്നാമത്തെ അധ്യായമായിരുന്നു. സഹോദരങ്ങൾ തന്നെ പീഡിപ്പിച്ചപ്പോഴും പൊട്ടക്കുഴിയിലിട്ടപ്പോഴും അയക്കപ്പെടലിൻ്റെ ഭാഗമായിരുന്നു. തന്നെ അടിമയായി വിറ്റ് കളഞ്ഞപ്പോഴും അയക്കപ്പെടലിൻ്റെ ഭാഗമായിരുന്നു. അന്യനാട്ടിൽ വീണ്ടും അടിമയായിട്ട് പോയപ്പോഴും അയക്കപ്പെടലിൻ്റെ ഭാഗമായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് തടവറയിലെറിയപ്പെട്ടപ്പോഴും അയക്കപ്പെടലിൻ്റെ ഭാഗമായിരുന്നു. പ്രൈസ് ഗോഡ്. പലതും ആരംഭത്തിങ്കൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം യുവർ ഗോഡ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി അവസാനം യോസഫ് പോലും സഹോദരങ്ങളുടെ മുൻപാകെ as he began to identify himself before his own brothers, യോസഫ് പോലും പറയുന്നുണ്ട്, അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് ദോഷമായി നിരൂപിച്ചതായിരിക്കാം, സാരമില്ല, നമുക്കെല്ലാം വേണ്ടി ദൈവം എന്നെ ഇങ്ങോട്ട് ആദ്യമേ അയച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ എനിക്കെതിരെ ദോഷമായിട്ട് നിരൂപിച്ചു, ശരിയായിരിക്കാം, സാരമില്ല, പ്രൈസ് ഗോഡ്, കവലപ്പെടാങ്ക, പ്രൈസ് ഗോഡ്. നിങ്ങൾ എനിക്കെതിരെ ദോഷമായി നിരൂപിച്ചതാണ്, സാരമില്ല, അതല്ല, നിങ്ങൾ ദോഷമായിട്ട് ചിന്തിച്ചതല്ല വിഷയം, നിങ്ങൾക്കെല്ലാം വേണ്ടി ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. കാഴ്ചപ്പാട് മാറിയത് കണ്ടോ? കമോൺ, പ്രൈസ് ഗോഡ്. എന്നാൽ തടവരെ കിടന്നപ്പോൾ പാനപാത്രവാഹൻ കബ്ബേറിനോട് താൻ പറയുന്നുണ്ട്, yet he never blamed his brothers. തടവരെ കിടന്നപ്പോഴും കബ്ബേർ തൻ്റെ സ്വപ്നത്തെ താൻ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴും പറയുന്നുണ്ട്, ഞാനും ഇവിടെ കിടക്കേണ്ടവനല്ല, ഐ ഡോണ്ട് ഡിസേർവ് ടു ബി ഇൻ ദിസ് പ്ലേസ്. എന്നെ കനാൻ ദേശത്ത് നിന്ന് ഇങ്ങോട്ട് കട്ടുകൊണ്ടുവന്നതാണ്. ഹലോ, കുറച്ചും കൂടെ പഞ്ച് കിട്ടാനായിട്ട് സഹോദരങ്ങൾ ചെയ്തൊക്കെ പറഞ്ഞായിരുന്നു, ഒരു പക്ഷെ മറ്റേ പുള്ളി കുറച്ച് നാളത്തേക്ക് മറക്കില്ലായിരുന്നു. പക്ഷെ അതൊന്നും, ഹി നെവർ ട്രൈ ടു ബ്ലെയിം ഹിസ് ബ്രദേഴ്സ്, ഹി നെവർ ബ്ലെയിംഡ്. നിങ്ങൾ അന്ന് കാണിച്ചില്ലേ അതിൻ്റെയൊക്കെ ഇങ്ങനെ വരട്ടെ, ഒരിക്കലും പറഞ്ഞില്ല. ദാറ്റ് ഈസ് നോട്ട് ക്രൈസ്റ്റ് ലൈക്ക് ആറ്റിറ്റ്യൂഡ്. പ്രൈസ് ഗോഡ്. അതാണ് 105 സങ്കീർത്തനത്തിൽ പറയുന്നത്, അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. പ്രൈസ് ഗോഡ്. മനുഷ്യൻ ചെയ്യുന്ന പല പ്രവൃത്തികളുടെ പിറകിലും ദൈവത്തിൻ്റെ ഉത്തരവുണ്ട്, അറിയപ്പെടാത്ത ഉത്തരവുണ്ട്. ആരൊക്കെയോ നമ്മളെ എവിടെയൊക്കെയോ കല്ലെറിഞ്ഞത് കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയത്. ആരൊക്കെയോ നമ്മളെ തള്ളിയത് കൊണ്ടാണ് നമ്മളിന്ന് നേരെ നിൽക്കുന്നത്. ആരൊക്കെയോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കാൻ പഠിച്ചത്. അപ്പം നമ്മളെ ഗുണീകരിപ്പാൻ സ്നേഹിക്കുന്നവരുടെ കരങ്ങൾക്ക് പരിമിതിയുണ്ട്. സ്നേഹിക്കുന്നവർ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വേദനിക്കില്ല.
പക്ഷെ വെറുക്കുന്നവർ ശിക്ഷിച്ചാൽ ഒത്തിരി വേദനിക്കും. പക്ഷെ ആ വേദനയിലാണ് പണിയപ്പെടൽ നടക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി മടങ്ങി സിമി സിസ്റ്റർ പറഞ്ഞ പോലെ കർത്താവിങ്കിലേക്ക് ഞാൻ നിങ്ങളൊന്ന് കൊണ്ടുവരട്ടെ. പ്രൈസ് ഗോഡ്. 2004 ഈ ഒരു കർത്താവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അന്ന് തൊട്ടാണ് എൻ്റെ ശുശ്രൂഷയുടെ ശൈലി മുഴുവൻ മാറുവാൻ തുടങ്ങി. എവിടെ നോക്കിയാലും യേശുവിനെ കാണാൻ തുടങ്ങിയത്. പ്രൈസ് ഗോഡ്. കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ജീസസ് വാസ് ബോൺ ഇൻ എ റിജക്റ്റഡ് വേൾഡ്. കർത്താവ് ജനിച്ചതുപോലും തിരസ്കരിക്കപ്പെട്ട ഒരു ലോകത്താണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ പ്രസവവേദനപ്പെടുന്നൊരു സഹോദരിക്ക് ലഭിക്കേണ്ട പരിചരണം പോലും നിഷേധിക്കപ്പെട്ട ഒരു സ്ഥലത്താണ് കർത്താവ് ലോകത്തിൽ പിറന്നത്. ഹി വാസ് ബോൺ റിജക്റ്റഡ്, അബാൻഡൻ. ഹി ഗ്രൂ അപ്പ് റിജക്റ്റഡ് ആൻഡ് ഹി മിനിസ്റ്റേർഡ് റിജക്റ്റഡ്. ഹി ഡൈഡ് റിജക്റ്റഡ്, ഇവഞ്ച്വലി റിസറക്റ്റഡ്. കർത്താവിൻ്റെ ശുശ്രൂഷ നമ്മൾ മുഴുവനും അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫ്രം ദി അസെൻഡ് ടു ദ ഡിസെൻഡ്, ദി എൻഡിങ് പാർട്ട് ഓഫ് ജീസസ് മിനിസ്ട്രി, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവസാനം എന്തായിരുന്നു? തേജസ്കരണമായിരുന്നു, മഹത്വീകരണമായിരുന്നു. ദി എൻഡിങ് പാർട്ട് ഓഫ് ജീസസ് മിനിസ്ട്രി വാസ് ഗ്ലോറിഫിക്കേഷൻ. ഹലോ. But before the glorification, there was crucifixion. And before the crucifixion, there was a rejection. And before the rejection, there was a betrayal. And before the betrayal, there was an association. തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ തൻ്റെ ചുറ്റും ഒരു സമൂഹമുണ്ടായിരുന്നു, ഒരു കൂട്ട് ശിഷ്യഗണങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നായിരുന്നു ഹി വാസ് ബിട്രേഡ്, കാണിച്ചു കൊടുക്കപ്പെട്ടത്. ബട്ട് ദാറ്റ് വാസ് നോട്ട് ദി എൻഡ്. കാണിച്ചു കൊടുക്കപ്പെടൽ അവസാനമായിരുന്നില്ല. ദാറ്റ് വാസ് ജസ്റ്റ് ആൻ എൻട്രി പോയിന്റ്. അതിൻ്റെ അടുത്ത പടി, വാട്ട് വാസ് എ സീക്വൻസ് ഓഫ് ദ ബിട്രയൽ? ഹി വാസ് കംപ്ലീറ്റ്ലി റിജക്റ്റഡ്. ഓഫ് കോഴ്സ് റിജക്ഷൻ നമുക്ക് ആരംഭം മുതലേ കാണാം. ബട്ട് ഇറ്റ് ബിക്കേം മോർ പ്രവലന്റ് ആഫ്റ്റർ the betrayal of Jesus. അത് കൃത്യമായി വെളിപ്പെടാൻ തുടങ്ങിയത് കാണിച്ചു കൊടുത്ത ശേഷമായിരുന്നു. So from the association there was a betrayal, and from the betrayal there was a rejection, and that was not the end. ഒറ്റപ്പെടലിൻ്റെ അവസാനം എന്തായിരുന്നു? You will see the culminated version or the form of the culmination of Jesus' rejection is seen on the cross. കർത്താവ് തിരസ്കരിക്കപ്പെട്ട, കർത്താവ് കാണിച്ചു കൊടുക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ടതിൻ്റെ ഔന്നിത്യം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മൂർത്തിഭാവം നമ്മൾ കാണുന്നത് ക്രൂശിങ്കലാണ്. ഹല്ലേലൂയ. പക്ഷെ ആ ഭാഗം കർത്താവ് താൻ ക്രൂശിതനാകുന്നതിന് മുന്നമേ കർത്താവ് പരസ്യ ശുശ്രൂഷയിൽ ഒരു വ്യക്തിയോട് പറയുകയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു. He knew the culmination of his rejection. തൻ്റെ തിരസ്കരണത്തിൻ്റെ അത്യുച്ചകോടി തനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, if I be lifted up from the earth, I shall draw all men unto me. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. What is the central point of that uplifting? Is the cross of Jesus. Praise God. ആ ഉയർത്തപ്പെടലിൻ്റെ the center of attraction of that uplifting or the elevation is nothing but the cross of Jesus. Praise God. ഞാനോ അത് as Moses lifted the serpent on the poultry in the wilderness, so the Son of Man shall be lifted up. അങ്ങനെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു. നമ്മൾ ലോകത്തിലെ ഈ പേരുകേട്ട വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ, ഇഫ് യു കൺസിഡർ ഓൾ ദ ഗ്രേറ്റ് മെൻ ഓഫ് ദിസ് വേൾഡ്,
None of them were expected to be born prior to their birth in this world. ലോകം കണ്ടിട്ടുള്ള പ്രശസ്തരായ വ്യക്തികൾ. See, the world has contributed to a lot of great men. ഒത്തിരി അറിയപ്പെട്ട നല്ല മനുഷ്യർക്ക് ജന്മം കൊടുത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. They all became famous because of their contribution to the human society. അല്ലേ? Because of their discovery, or because of their possession, or because of their position, or because of their wisdom. But some of them became part of the history today. ചിലർ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. Some of them are still alive. But Jesus was famous even before he was born. യേശു കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ജനനത്തിന് മുന്നമേ യേശു പ്രസിദ്ധനായിരുന്നു. ഹല്ലേലൂയ. അവൻ ജനിക്കാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന് നേരത്തെ വെളിപ്പെടുത്തി. അവൻ ജനിക്കാൻ പോകുന്ന സ്ഥലം നേരത്തെ വെളിപ്പെടുത്തി. അവൻ്റെ ശുശ്രൂഷ നേരത്തെ വെളിപ്പെടുത്തി. അവൻ്റെ അഭിഷേകം നേരത്തെ വെളിപ്പെടുത്തി. അവൻ്റെ പീഡാനുഭവങ്ങൾ, അവനെ തള്ളിപ്പറയുന്നത്, അവനെ കാണിച്ചു കൊടുക്കുന്നത്, അവൻ്റെ ക്രൂശിലെ അനുഭവങ്ങൾ എല്ലാം മുൻകൂട്ടി വെളിപ്പെടുത്തിയിരുന്നു. ഇത്ര കൃത്യമായി മുൻകൂട്ടി വെളിപ്പെടുത്തിയിട്ട് അത്ര കൃത്യതയോടെ അത് നിവർത്തിക്കപ്പെട്ട ഒരുവൻ്റെ പാദം ഈ ഭൂമിയിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശുവിൻ്റെ പാദമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ അടുത്തൊരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രൈസ് ഗോഡ്. തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ തനിക്ക് അറിയാമായിരുന്നു തൻ്റെ മുമ്പിൽ ഒരു ക്രൂശുണ്ടെന്ന്. എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നമേ തിരുവെഴുത്ത് പറയുന്നത് ഹി വാസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഇൻ ടു ദ വിൽഡർനെസ്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ദർ ഹി ഫാസ്റ്റഡ് ഫോർ 40 full days. 40 ദിവസങ്ങൾ താൻ ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞപ്പോൾ ദ ബൈബിൾ സേസ് ദ ടെംപ്റ്റർ കെയിം ടു ജീസസ്. പരീക്ഷകൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. 3 പരീക്ഷണങ്ങൾ മത്തായി 4-ാം അധ്യായം, ലൂക്കോസ് 4-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. 3 പരീക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അതിൽ ഒരെണ്ണം മാത്രം ഇത് എടുത്തോട്ടെ. തിരുവെഴുത്ത് പറയുന്നത് the tempter took Jesus into a high place. പരീക്ഷകൻ അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി and made him behold the whole kingdoms of this world. ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കാണുന്നതൊക്കെയും അതിൻ്റെ മഹത്വവും അതിൻ്റെ അധികാരവും എല്ലാം ഞാൻ നിനക്ക് തരാം. കാരണം അത് ഐ എം ദ കസ്റ്റോഡിയൻ അറ്റ് ദ മൊമെന്റ്. ഹലോ, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഐ എം ദ കസ്റ്റോഡിയൻ, ബട്ട് ഐ എം റെഡി ടു എക്സ്ചേഞ്ച് ഇറ്റ് ജസ്റ്റ് ഫോർ 1 വർഷിപ്പ്. ഒരൊറ്റ പ്രാവശ്യം നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ മുഴുവൻ മഹത്വവും, അതായത് മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ കുറച്ച് രാജ്യങ്ങളെ കാണിച്ചു എന്നല്ല, showed him the whole world, the whole kingdoms of this world. ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. ലോകത്തിൽ ഒറ്റ വ്യക്തിക്ക് പോലും ഓഫർ ചെയ്യാത്ത ഓഫറായിരുന്നു സാത്താൻ യേശുവിന് ഓഫർ ചെയ്തത്. ഹലോ. And the Bible speaks about how Jesus handled the temptation and overcame the temptation. പക്ഷെ അതിൻ്റെ മറ്റൊരു വശം, why did the tempter tempt Jesus offering the whole world? എന്തുകൊണ്ടാണ് പരീക്ഷകൻ യേശുവിനെ ലോകം മുഴുവനും തരാമെന്ന് പറഞ്ഞ് ടെംപ്റ്റ് ചെയ്തതിൻ്റെ കാരണം? ഞാൻ അതിൻ്റെ മറ്റൊരു ഭാഗം എൻ്റെതായൊരു ഭാഷ്യത്തിൽ പറയുകയാണ്. പരീക്ഷകൻ കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ പറയുകയാണ്, ഒരു 10-40 ദിവസങ്ങൾക്ക് കുറച്ച് മുന്നമേ യോഹന്നാൻ വിളിച്ചു പറയുന്നത് കേട്ടു, Behold the Lamb of God who takes away the sin of the whole world. സർവ്വലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് നിന്നെ കുറിച്ച് പറയുന്നത് കേട്ടു, നിന്നെ അഡ്രസ് ചെയ്യുന്നതായി കേട്ടു. I am offering the whole world to you. Hello? Praise God. I know you are going to carry the wooden cross, but I am giving you a golden cross. Hello? നീ ആ പറഞ്ഞതിൽ ഒരു മരക്കുരിശുണ്ടല്ലോ, ഞാൻ നല്ലൊരു പൊന്നും കുരിശ് തരാം. പണ്ടൊക്കെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയവരായിരുന്നു.
ഒരു പൊന്നും കുരിശ് തരാം. നീ ആ പറഞ്ഞ യോഹന്നാൻ പറഞ്ഞതിൽ ആ ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനിക്കുന്ന ക്രൂശാ. ഇത് വേദനയില്ലാത്ത ക്രൂശാണ്. അത് അപമാനത്തിൻ്റെതാണ്, ഇത് അഭിമാനത്തിൻ്റെതാണ്. അവിടെ നീ ഒറ്റപ്പെടും, ഇവിടെ ലോകം മുഴുവൻ നിന്റെ കൂടെ ഉണ്ടാകും. പക്ഷെ കർത്താവ് തള്ളിക്കളഞ്ഞു. ഇനി ചോദ്യം, എന്തിനായിരുന്നു പരീക്ഷകൻ മുഴുവൻ ലോകം കൊടുക്കാൻ ഓഫർ ചെയ്ത് കർത്താവിനെ പരീക്ഷിച്ചതിൻ്റെ കാരണം? അവനറിയാം കർത്താവ് ലോകത്തിൽ വന്നത് സർവ്വലോകത്തെ വീണ്ടെടുക്കുവാൻ ആവശ്യമായ രക്ഷണ്യ പദ്ധതിയുമായിട്ടാണ്. Come on, praise God. Nothing less. Praise God. അതായത് ജീസസ് came down into this world with a mission that is more than sufficient to redeem the whole humanity. സർവ്വലോകത്തെ വീണ്ടെടുക്കുവാനുള്ള രക്ഷണ്യ പദ്ധതിയുമായിട്ട് ലോകത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് as long as Jesus is not nailed to the cross, Satan was safe. കർത്താവ് ക്രൂശിൽ കയറാത്തടത്തോളം കാലം സാത്താൻ സുരക്ഷിതനായിരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, the magnitude of your temptations will always be in proportion to the magnitude of God's plan hidden in your life. നിങ്ങളിലുള്ള ദൈവിക വിളി എത്രത്തോളമാണോ അതിൻ്റെ ആനുപാതത്തിലായിരിക്കും നിങ്ങളിലുള്ള ദൈവിക നിയോഗം എത്രത്തോളമാണോ അതിൻ്റെ അതിൻ്റെ ആനുപാതത്തിലായിരിക്കും നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും പ്രലോഭനങ്ങളും. If you are Moses, there will be Pharaoh. If you are Nehemiah, there will be Sanballat and Tobiah. If you are John the Baptist, there will be Herodias. If you are Paul, there is Agrippa. If you are Peter, there is Herod. If you are John, there is Domitian. നിങ്ങളിലുള്ള ദൈവിക നിയോഗം എന്തോ അതേ അനുപാതത്തിലായിരിക്കും നേരിടുന്ന വെല്ലുവിളികൾ. ഒരു പരിധിവരെ നാം കടന്നു പോകുന്ന പ്രതിസന്ധികളെ കണ്ടെങ്കിലും നമ്മിലുള്ള ദൈവിക ഉദ്ദേശം നമ്മൾ തിരിച്ചറിയണം. The greater is your calling, the tougher will be the challenge. Hallelujah. കർത്താവിന് ലോകം മുഴുവൻ ഓഫർ ചെയ്തെങ്കിൽ കർത്താവ് വന്നത് മുഴുവൻ ലോകത്തെ വീണ്ടെടുക്കുവാനുള്ള രക്ഷണ്യ പദ്ധതിയുമായിട്ടാണ്. അതുകൊണ്ട് anyone who falls upon this stone, thank God, they will be broken, but they are part of that family. Hallelujah. Praise God. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളൊന്ന് ദൈവത്തിലേക്ക് ആഗ്രഹമാക്കാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കം ഓൺ, നന്നായിട്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വരുമാപത്തിൽ നൽ തുണ താൻ, പേരും താപത്തിൽ നൽ തണൽ താൻ. വരുമാപത്തിൽ നൽ തുണ താൻ, പേരും താപത്തിൽ നൽ തണൽ താൻ. ഇരുൾ മൂടുമൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താൻ. ഇരുൾ മൂടുമൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ഹല്ലേലൂയ. Come on, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
താങ്ക് യു പാസ്റ്റർ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നാം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 2 ഹല്ലേലൂയ. തകർച്ചയെപ്പറ്റി കേൾക്കുവാൻ ഇടയായി തീർന്നു. ഒരേ